അഡ്വക്കേറ്റ് പ്രിജി, ഇപ്പോൾ ഇക്കാര്യത്തിൽ കോൺഗ്രസ് പറയുന്നത്, രോഹിത് പറയുന്നത്, നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ ഈ KB പ്രദീപിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംഘപരിവാറുകാരനാണ് എന്ന് CPM പറയുമ്പോൾ അത് മനസ്സിലാക്കാതെയുള്ളൊരു നിയമനമായിരുന്നു, അത് അറിഞ്ഞ ഉടനെ തന്നെ പൊതുജനങ്ങൾ പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിനനുസരിച്ച് പെരുമാറി എന്നുള്ള വാദത്തെ താങ്കൾ എങ്ങനെ കാണും? ലാൽ, ഈ കോൺഗ്രസ് ഇപ്പൊ ഈ കഴിഞ്ഞ 24 ദിവസം എന്നുള്ളതാണ് ആവർത്തിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചർച്ചയുടെ വിഷയത്തിൽ നിന്ന് അല്പം ഒന്ന് മാറി പറഞ്ഞാൽ, ഈ 24 ദിവസത്തിനിടയിൽ കോൺഗ്രസ്സുകാരെല്ലാം വളരെ വർദ്ധിത വീര്യത്തോടെ, വളരെ അഭിമാനത്തോടു കൂടി അവരുടെ മുഖ്യമന്ത്രിക്ക് ഒരു പേര് കൊടുത്തു. അത് പൂക്കി മുഖ്യമന്ത്രി എന്ന്. അപ്പോൾ ആ പേര് കൊടുക്കാനുള്ള കാരണം, ഈ ചെറുപ്പക്കാർ വാഹനങ്ങളിൽ ഓൾട്ടറേഷൻസ് വരുത്തുന്നതിനെ കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു അംഗവിക്ഷേപം കാണിച്ചു. അതൊരു ജെൻസി അംഗവിക്ഷേപമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പൂക്കിയാണ് എന്നാണ് പറഞ്ഞത്. ആ ഒരു വിഷയത്തിൽ പോലും ഈ 24 ദിവസത്തിനിടയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഗവൺമെന്റ് നിയമപരമായ അജ്ഞത ആ വിഷയത്തിൽ തുടങ്ങി ഇപ്പോൾ ഇങ്ങേയറ്റം ദേവസ്വത്തിന്റെ സ്പെഷ്യൽ പ്ലീഡറുടെ നിയമനത്തിൽ വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ദേവസ്വത്തിന്റെ സാധാരണ എല്ലാ ഗവൺമെന്റുകളും വരുമ്പോൾ ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട, അവരുടെ രാഷ്ട്രീയ ആദർശങ്ങൾ, അവരുടെ രാഷ്ട്രീയമായ നിലപാടുകൾ മുന്നോട്ട് വെക്കുന്ന ആളുകളെയാണ് ഏത് ഗവൺമെന്റ് വരുമ്പോഴും ഗവൺമെന്റ് പ്ലീഡർമാരായി വെക്കുന്നത്. അതാണ് ഈ ചർച്ചയുടെ തുടക്കത്തിലും മധ്യത്തിലും സഖാവ് അനിൽകുമാർ പറഞ്ഞത്. ഈ പറയുന്ന നിയമനം പക്ക RSSനെ, BJPയെ, സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താനുള്ള നിയമനമാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് ഈ ചർച്ചയിൽ പറഞ്ഞിട്ടും കോൺഗ്രസിന്റെ പ്രതിനിധി അതേ സംബന്ധിച്ച് യാതൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട വിഷയങ്ങളും അതല്ല ഇന്നത്തെ ചർച്ചാ വിഷയം. ഇപ്പോഴും വളരെ കൃത്യമായി RSSന്റെ നിലപാടുകൾ പറയുന്ന ഒരാൾ എന്ത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വത്തിന്റെ സ്പെഷ്യൽ പ്ലീഡറായി വെച്ചു? അങ്ങനെ വെച്ച ഒരാൾ അതേസമയം ആ കേസിനകത്ത് കുറ്റാന്വേഷണം നടന്ന് കുറ്റപത്രം കൊടുക്കാനിരിക്കെ, കുറ്റപത്രം ഇതുവരെ കൊടുത്തിട്ടില്ല, അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഈ 24 ദിവസത്തിനിടയിൽ ഇത്ര തിടുക്കപ്പെട്ട് സംഘപരിവാറുകാരനായ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്ന ഒരാളിനെ ഇത്ര തിടുക്കപ്പെട്ട് അതിലെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചതിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം, അല്ലെങ്കിൽ ആ കേസിനെ സംബന്ധിച്ചുള്ള ലക്ഷ്യം എന്താണ് എന്നുള്ള ചോദ്യത്തിന് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതും ധാരണാപത്രത്തിൽ ഒപ്പിട്ടതും ഒക്കെ പറയുന്നതിൽ നിന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇത് കേട്ടോണ്ടിരിക്കുകയല്ലേ? അവർക്കിത് മനസ്സിലാവില്ലേ? എന്താണ് ഈ പറയുന്നതിന്റെ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചോദ്യം സ്പെസിഫിക് അല്ലേ? ചോദ്യം വളരെ സ്പെസിഫിക് ആയിട്ടാണ് ചോദിക്കുന്നത്. RSSനെ പിന്തുണയ്ക്കുന്ന, സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്ന, കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കളിയാക്കുന്ന ഒരാളിനെ ഈ 24 ദിവസത്തിനിടയിൽ എന്തിനാണ് തിരക്കിട്ട്, പ്രതികൾക്ക് വേണ്ടി അപ്പിയർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളിനെ തിരക്കിട്ട് നിയമിച്ചത്? അങ്ങനെ നിയമിക്കുമ്പോൾ അയാളുടെ രാഷ്ട്രീയമായ നിലപാടുകൾ നിങ്ങൾ പരിശോധിച്ചില്ലേ? അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കോളാസ്റ്റിക് റെക്കോർഡുകൾ പരിശോധിച്ചില്ലേ? അപ്പൊ ഇതൊന്നും പരിശോധിക്കാതാണോ ഒരു നിയമനം നടത്തുന്നത്? അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രൊഫഷണൽ ട്രാക്ക് എന്തായിരുന്നു എന്ന് പോലും പരിശോധിക്കാതെ ഒരു നിയമനം നടത്തുന്ന നിലയിലേക്ക് ഇത്ര തിടുക്കപ്പെട്ടൊരു നിയമനം നടത്തിയതിന്റെ പിന്നിലെ ലക്ഷ്യം പരിശോധിക്കണം എന്നുള്ളതാണ് കേരളത്തിലെ പൊതുജനം പറയുന്നത്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം.